അമ്മയുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നേ വഴുതനങ്ങയും മുട്ടയും വെച്ചിട്ട് അമ്മ ഒരു പലഹാരം ഉണ്ടായി തരാം കേട്ടോ. ഹായ്. അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ടെടുക്കണം. പറഞ്ഞേ. അവിടെ ഒരു കിണറുണ്ടായിരുന്നേ. ആ കിണറ്റിനകത്ത് വെള്ളം കിടന്നെങ്കിലും അവിടെ ആരും വെള്ളം കോരാൻ വരത്തില്ല, കാരണം അവിടെ പ്രേതമുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെ സൂര്യ, ഗൗരി എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഗൗരി എന്നും വന്ന് അവിടെ വെള്ളം എടുക്കുമായിരുന്നു. അവർക്ക് വെള്ളം കിട്ടാൻ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ആ സ്പൂണിങ് എടുത്തേ മന ഇതിനകത്ത് ഒന്ന് കുത്തിക്കളയാൻ. ഇതിനകത്തെ ഒന്ന് കുത്തിക്കളയട്ടെ കേട്ടോ. എന്നിട്ടുണ്ടല്ലോ അമ്മ, ഒരു ദിവസം അവര് വെള്ളം എടുക്കാൻ പോയപ്പോ ഇല്ലേ, തൊട്ടിക്കകത്ത് ഒരു കുപ്പി കിട്ടി. എന്നിട്ട് ആ കുപ്പി കൊണ്ട് അവള് വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് അവള് തുറന്നപ്പോ അതിനകത്തുണ്ടല്ലോ ഒരു വലിയ പ്രേതം. അപ്പൊ ആ പ്രേതാണ് അവളുടെ ദേഹത്ത് കയറി. എന്നിട്ട് രാത്രി ഉറങ്ങാൻ കിടന്ന അവളുടെ അമ്മയുടെ മുടി അവള് വെട്ടിക്കളഞ്ഞു. അവളല്ല, അവളുടെ ദേഹത്ത് കയറിയ പ്രേതം. എന്നിട്ടോ അങ്ങനെ ഓരോ ദിവസവും അവൾ എല്ലാവരുടെയും മുടി മുറിച്ചോണ്ടിരുന്നു. പാർക്കുട്ട അമ്മ ഇതൊന്ന് പറയട്ടെ, കഴിഞ്ഞ് ബാക്കി പറയാട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ ഉള്ളിത്തണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കൂടെ ഒരു 1/2 സ്പൂണോളം കോൺഫ്ലവർ പൊടിയും, അതുപോലെ തന്നെ നമ്മൾ ഈ വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ അകത്തെ ആ പോർഷനും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഞാൻ ഇളക്കി ചേർക്കാനുണ്ട് കേട്ടോ. ഇനി ഞാൻ ബാക്കി കഥ പറയട്ടെ അമ്മ. പറഞ്ഞോ. മാത്രല്ല അവളുടെ ഭർത്താവ് ഇത് മനസ്സിലാക്കി. എന്നിട്ട് ഒരു ദിവസം അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവളാണ് ഇത് ചെയ്തതെന്ന്. അപ്പൊ ഇവരുടെ കൂട്ടുകാര് ഒരു വലിയ മന്ത്രവാദീനെ കൊണ്ടുവന്നിട്ട് ഈ പ്രേതത്തിനെ തളച്ചു കിട്ടിയിട്ടു. എന്നിട്ട് മന്ത്രവാദി ഇങ്ങനെ കണ്ണടച്ച് മന്ത്രം ചൊല്ലി കുപ്പി ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് കഥ തീർന്നു. നല്ല കഥയാണല്ലോ. ഇത് എവിടുന്ന കുഞ്ഞിനെ കിട്ടിയേ? എന്റെ കൂട്ടുകാര് പറഞ്ഞു. അതെയോ? ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കൂട്ടിയെടുത്ത ആ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് പുറത്ത് പോവാതെ കൊണ്ട് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഈ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇപ്പം നമ്മുടെ വഴുതനങ്ങ എഗ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.